വരും തലമുറക്ക് ഓർത്തെടുക്കാൻ MTയുടെ സ്മാരകം ഇവിടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് രവേട്ടൻ്റെ ആഗ്രഹം. അതെ, ഞാനും അതന്നെ പറയണത്. MTക്ക് ഇവിടെ വാസ്തവത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ MTക്ക് ഇവിടെ ഒരു സംവിധാനം സർക്കാർ തലത്തിൽ വേണം. ഇപ്പോൾ തുഞ്ചൻപറമ്പിൽ MT ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ്. തുഞ്ചൻപറമ്പിനെ ആകെ മാറ്റി എഴുതിയതാണ്. അവിടെ ഒരുപാട് സൗകര്യങ്ങളായി. അതൊക്കെ MTക്ക് എവിടെ ചെന്നാലും അതിൻ്റെ ഇച്ഛാശക്തി ഉണ്ട്, നടപ്പിലാക്കാനുള്ള സ്വാധീനമുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ആളുകൾ കേൾക്കും. അങ്ങനെയാണ് ആ കോട്ടേജസൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് തുഞ്ചൻപറമ്പ് ഒരു ഓലപ്പര, അവിടെ ഒരു കാഞ്ഞിരണ്ട്. അന്നും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്ഥലമാണെന്നുള്ള നിലയ്ക്കുള്ള ഇത് തന്നെയുള്ളൂ. പക്ഷേ MT ചെന്നിട്ട് ആ തുഞ്ചൻപറമ്പിനെ മാറ്റിയെടുത്തു. അവിടെ സരസ്വതി കല്യാണ മണ്ഡപവും അതേമാതിരി പിന്നെ MTക്ക് വേണ്ടി ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരുണ്ട് അവിടെ. ഇപ്പം ഇന്ന് തുഞ്ചൻപറമ്പിൽ വലിയ ഒരു MTയുടെ സ്മാരകം മറ്റായിട്ടുള്ള ബിൽഡിങ് വരുന്നുണ്ട്. അത് പക്ഷേ കൂടല്ലൂർക്ക് MTയുടെ ജന്മദേശം എന്താണല്ലോ. അപ്പോൾ കൂടല്ലൂർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഒരു സർക്കാർ സംവിധാനത്തിൽ എന്തെങ്കിലും വേണം. അതിന് ഒരു ഗൈഡ് വേണം. അതിൻ്റെ MTയുടെ പുസ്തകങ്ങൾ, ശേഖരങ്ങൾ, MTയുടെ കിട്ടിയ സാധനങ്ങൾ, ഇതൊക്കെ ഇവിടെ ശേഖരിച്ച് വയ്ക്കാൻ സംവിധാനം വേണം. ഈ പറഞ്ഞമാതിരി അങ്ങനെ ആണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ MTയുടെ പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ സ്കൂളിന് പുനർനാമകരണം ചെയ്യാം. MT സ്മാരക ഹൈസ്കൂള്. MT അവിടെ ഗവൺമെൻറ് അവിടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ കുമരല്ലൂർ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അക്കിത്വം പഠിച്ചു, MTയും പഠിച്ചു. രണ്ടു കൂട്ടർക്കും ജ്ഞാനപീഠം കിട്ടി. MTക്ക് കിട്ടിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് മഹാകവി അക്കിത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇപ്പോൾ ആ സ്കൂളിൻ്റെ പേര് മാറ്റി, MT അക്കിത്തം സ്മാരക ഹൈസ്കൂൾ എന്നാക്കി. അപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതേമാതിരി നമ്മുടെ കൂടല്ലൂർ ഈ സ്കൂൾ തുടങ്ങിയതിപ്പോൾ അന്വറിന് മുൻഗാമികൾക്ക് അറിയാം. നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഫാദർ കൊടുത്തിട്ടുണ്ടാവും. അന്ന് നാട്ടുകാർ പിരിച്ചിട്ടാണ് ഇതൊരു UP സ്കൂളായി തുടങ്ങിയത്. അതുകൊണ്ട് ഇവിടെ കുറേ കുട്ടികൾ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പേഴ്സ് മുഴുവൻ പോസ്റ്റൈസേഷനാണ്, അതും മുസ്ലിം പെൺകുട്ടികൾ. അപ്പോൾ അതൊരു വലിയ ഒരു വാസ്തവത്തിൽ വലിയ നേട്ടമായി ഹൈസ്കൂള്. ഇനി അത് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതും സർക്കാർ ചെയ്യേണ്ട. പക്ഷെ അതിന് സാമ്പത്തികമായിട്ട് ഇതിന് ഒരു സാമ്പത്തിക പദ്ധതിയില്ല. ഇത് പുനർനാമകരണം ചെയ്യാൻ സർക്കാരിൻ്റെ ഒരു ഓർഡറേ വേണ്ടു. അപ്പോൾ അതേമാതിരി കൂട്ടക്കടവത്തായി ഇവിടുന്ന് അങ്ങോട്ട് റോഡ് വെട്ടിയിട്ട് ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ഇവിടുന്നെങ്കിലും, ബാക്കിയുള്ളിടത്തേക്കുള്ള നീട്ടാനൊന്നും ഞാൻ പറയില്ല. എന്നിട്ട് അവിടെ കുട്ടികൾക്ക് പാർക്ക് ഉണ്ടാവണം, ഗാർഡൻ ഉണ്ടാവണം, എല്ലാ സൗകര്യങ്ങളും വേണം. അതും MTയുടെ സ്മാരകത്തിലാവണം. അപ്പോൾ ഇവിടെ MTയുടെ സ്മാരകത്തിൽ ഇനി കാര്യങ്ങൾ ഉണ്ടാവും. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം അങ്ങനത്തെ ഒരു ഇതിഹാസതുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ലല്ലോ. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ രവേട്ടൻ്റെ ഈ ആവശ്യം പരിഗണിക്കട്ടെ. ഇതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് വരുകയാണ്. എന്തായാലും ഇത്രയും സമയം MTയെക്കുറിച്ച് ആധികാരികമായി 2 വാക്ക് നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയ MT രവേട്ടനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. സന്തോഷം.